അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. അൻ സദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല اللهم أنت ربي لا إله إلا أنت خلقتني أنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇതാണ് പ്രാർത്ഥന, അഥവാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത്. പാപമോചനം തേടിക്കൊണ്ട് നാം ചെയ്യുന്ന പ്രാർത്ഥനകളിലെ സയ്യിദ്, നേതാവ്, പാപമോചന പ്രാർത്ഥനകളിലെ നേതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ ഓതിവെച്ച ഈ ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ഓരോ പ്രാവശ്യം വീതം ഇത് ചൊല്ലുവാൻ വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ചൊല്ലിയാൽ നമുക്ക് ലഭ്യമാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതിൻ്റെ അവസാനം ഹദീസ് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് പറയാം. ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഒന്ന് പറയാം. സദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ രക്ഷിതാവ്. അഥവാ എന്നെ സൃഷ്ടിക്കുകയും എന്നെ സംരക്ഷിക്കുകയും എനിക്ക് അന്നം നൽകുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന എൻ്റെ രക്ഷിതാവാണ് നീ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല, ആരാധനക്കർഹനായിട്ട് നീയല്ലാതെ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ, ഖലഖ്തനീ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാകുന്നു. വ അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാകുന്നു. വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, എന്നാൽ കഴിയും പ്രകാരം, എനിക്ക് കഴിയുന്നത്ര നിന്നോടുള്ള കരാറും കടപ്പാടുമെല്ലാം ഞാൻ പാലിക്കുന്നു. എൻ്റെ കഴിവിൻ പ്രകാരം നിന്നോട് ഞാൻ ചെയ്യേണ്ട എൻ്റെ കടമകളും കടപ്പാടുകളും കരാറുകളുമെല്ലാം എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പാലിച്ചു പോരുന്നുണ്ട്. അതാണ് വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു, അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു, അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. മിൻ ശർരി മാ സ്വനഅതു, ഞാൻ ചെയ്തു പോയ ആ തിന്മകളിൽ നിന്ന്, ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള, ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അതാണ് അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅ്മതിക അലയ്യ, എനിക്ക് നീ ചെയ്തു തന്ന ആ അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. നീ എനിക്ക് ചെയ്തു തന്ന അബൂഉ ലക ബിനിഅ്മതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്നതായ ആ അനുഗ്രഹങ്ങളെ ഞാൻ സമ്മതിക്കുന്നു. വ അബൂഉ ലക ബിദംബി, അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നോട് ചെയ്തു പോയ പാപങ്ങളെയും ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ അനുഗ്രഹങ്ങളെയും അതുപോലെ എനിക്ക് നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെയും ഞാൻ സമ്മതിക്കുന്നു. ആ അനുഗ്രഹങ്ങൾക്ക് ശരിയാം വിധം നന്ദി കാണിക്കാതെ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. ഫഗ്ഫിർലി, അതിനാൽ നീ എനിക്ക് പുറത്തു തരേണമേ. ഫഗ്ഫിർലി, അതിനാൽ നീ എനിക്ക് പുറത്തു തരേണമേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, ഫഇന്നഹു, തീർച്ചയായും, ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പുറത്തു തരുന്നവനായിട്ട് മറ്റൊരാളും തന്നെയില്ല, അതിനാൽ നീ എനിക്ക് പുറത്തു തരേണമേ. ഇതാണ് പ്രാർത്ഥന.
ഇത് നമ്മൾ കാണാതെ പഠിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ ഓരോ പ്രാവശ്യം വീതം നമ്മൾ ചൊല്ലണം. അതെങ്ങനെ ചൊല്ലണം എന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളിത് പഠിച്ച് ഈ പ്രാർത്ഥന സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ഈ പ്രാർത്ഥന അറിയപ്പെടുന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനം തേടിക്കൊണ്ട് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളുടെ നേതാവ് എന്ന അർത്ഥത്തിലാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നമ്മൾ ഇതിന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ആ പ്രാർത്ഥന കാണാതെ പഠിച്ച് രാവിലെയും വൈകുന്നേരവും അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എന്നിട്ട് ഈ ഹദീസിന്റെ തുടർച്ചയിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നീട് തുടർന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ ഇനി ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നമുക്ക് ലഭ്യമാകുന്ന ഗുണങ്ങൾ എന്താണ് എന്നാണ്. എത്ര മഹത്വരമാണ് ഈ പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വമൻ ഖാലഹ മിനൻ നഹാരി മൂഖിനം ബിഹാ വമൻ ഖാലഹ, ആരെങ്കിലും അത് പറഞ്ഞാൽ, ആരെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ, മിനന്നഹാരി പകലിൽ അഥവാ രാവിലെ സമയത്ത് പകൽ സമയത്ത് ആരെങ്കിലും ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ, മൂക്കിനം ബിഹ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും മനസ്സുറപ്പിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സുറപ്പിച്ച് ആരെങ്കിലും അത് ചൊല്ലിയാൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ കേവലം ഒരു നാവ് കൊണ്ട് അങ്ങനെയാണ് പറഞ്ഞു പോവുക, വായ കൊണ്ട് പറഞ്ഞു പോവുക എന്നതല്ല. ഹദീസിൽ പ്രത്യേകം പറയുന്നു മൂക്കിനം ബിഹ, ശരിക്കും അത് അറിഞ്ഞുറച്ച് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടുകൂടി അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആർ അത് പകലിൽ ചൊല്ലുന്നുവോ, അങ്ങനെ വൈകുന്നേരമാകുന്നതിന്റെ മുമ്പേ അവൻ മരണപ്പെട്ടു പോന്നു. അങ്ങനെയൊക്കെ ചൊല്ലിയിട്ട് വൈകുന്നേരമാകുന്നതിന് മുമ്പേ അവൻ മരണപ്പെട്ടു പോയാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശികളിൽപ്പെട്ടവനാകുന്നു, സ്വർഗക്കാരിൽപ്പെട്ടവനാകുന്നു എന്നർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു പ്രാർത്ഥന ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചൊല്ലിയാൽ, പകൽ സമയത്ത് ചൊല്ലി വൈകുന്നേരമാകുന്നതിന് മുമ്പെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിന്റെ ആളുകളിൽപ്പെട്ടവനാകുന്നു എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. തുടർന്ന് പറയുന്നു വമൻ ഖാലഹ മിനൽ ലൈലി, ഇനി ആരെങ്കിലും രാത്രിയിലാണ് അത് ചൊല്ലുന്നത് എങ്കിൽ ഫഹുവ മൂഖിനും ബിഹാ, ഇതുപോലെ മനസ്സറിഞ്ഞ് ആ രാത്രിയിലാണ് ആരെങ്കിലും അത് ചൊല്ലുന്നത് എങ്കിൽ ഫമാത ഖബ്ല അൻ യുസ്ബിഹ, അങ്ങനെ നേരം വെളുക്കുന്നതിന് മുമ്പേ അവൻ മരണപ്പെട്ടു പോയി, ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ ആളുകളിൽപ്പെട്ടവനാകുന്നു എന്നർത്ഥം. ഇപ്പം എന്താ മനസ്സിലായത് സഹോദരന്മാരെ? നമുക്ക് ആ ഒരു പ്രാർത്ഥന അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ ഉൾക്കൊണ്ട് മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടുകൂടി രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ, രാവിലെ ചൊല്ലുന്നവൻ വൈകുന്നേരത്തിന് മുമ്പേ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗത്തിലാണ് എന്നാണ്. വൈകുന്നേരം ചൊല്ലിയിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പേ അവൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ ആളുകളിൽപ്പെട്ടവനാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം മഹത്വരമായ ഒരു പ്രാർത്ഥനയാണ്, പാപമോചന പ്രാർത്ഥനയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന പഠിക്കുക. ഒരല്പം നീളം കൂടിയ പ്രാർത്ഥനയാണെങ്കിൽ പോലും അത് കുറേശ്ശെ ആവർത്തിച്ച് ചൊല്ലി പഠിച്ച് നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുക. കൃത്യമായിട്ടത് പഠിച്ച് അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി മനസ്സാന്നിധ്യത്തോടുകൂടി രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ ദിക്റുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാന സ്ഥാനം ഇതിനുകൂടെ നൽകി നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുക. ഒന്നുകൂടെ പ്രാർത്ഥന ഞാനൊന്ന് ചൊല്ലിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.